ഞാനിന്ന് ഒരു പിസ്സ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിസ്സ എന്ന് പേര് കേട്ടിട്ട് ഇതിന് ഇറ്റലിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഏകദേശം 8 ദോശയ്ക്കുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഒരു തക്കാളി, സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു. ഇതൊരു 4 പച്ചമുളകുണ്ട്. 4 പച്ചമുളക് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ദോശമാവ് വേണം. കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യും. ആദ്യം നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല എല്ലാ ദോശയിലും ഒരുപോലെ കിട്ടത്തുള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കല്ലൊന്ന് നല്ലപോലെ ചൂടാക്കുക. അതേസമയം ഈ മാവ് ഇത് ശരിക്കും ഒരുപാട് വെള്ളമാകരുത്. കുറച്ചൊരു ഇഡ്ഡലി കഴിഞ്ഞ് ഒരു ഇച്ചിരി കൂടെ അധികം വെള്ളമാണെങ്കിൽ ഇതൊന്നും പറ്റിയിരിക്കത്തില്ല. ഇതാ ഈ കോൺസിസ്റ്റൻസി വേണം. ഓക്കെ, കല്ല് ചൂടായി. നമ്മളിപ്പം ഒരു തവി മാവ് കല്ലിലോട്ട് ഒഴിക്കുക. ഒരുപാട് പരത്തണ്ട ഇത്. ഈ സമയം തന്നെ നമ്മൾ തീ അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഭംഗിയിൽ അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇച്ചിരി നല്ലെണ്ണ ഇതിനെ ഒന്ന് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കണം. ചുറ്റും കുറച്ച് നല്ലെണ്ണ. പിന്നെ നമ്മൾ തീ കൂട്ടുക. ഇപ്പോഴിത് ഒരു വശം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് തിരിച്ചിടുക. അതായത് നമ്മുടെ കഷ്ണങ്ങൾ വെജിറ്റബിളും ഒക്കെ ഒന്നും കൂടെ വേഗം അതിനായിട്ട് ഒന്ന് തിരിച്ചിടുക. മൂത്ത് കഴിയുമ്പോൾ നമ്മളിത് കല്ലിൽ നിന്നും എടുക്കുക. നമ്മുടെ പിസ്സ ദോശ റെഡിയായിരിക്കുന്നു. നമ്മൾ തിരിച്ചിട്ടത് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ചീസൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം, സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ സാധാരണ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഒരു വെറൈറ്റി. സാധാ ദോശ തിന്നുമ്പോൾ ഒരു പിസ്സ ദോശ ഇടയ്ക്ക് തിന്നാം. നിങ്ങളെല്ലാവരും ഈ പിസ്സ ദോശ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. നമസ്കാരം.